പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റാണ് ബജറ്റ് അനാലിസിസ്. അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മൊഡ്യൂൾ 1 ആണെങ്കിൽ ഈ വീഡിയോ നമ്മൾ മൊഡ്യൂൾ 2 റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് വൺ ഈസ് കട്ട് മോഷൻ. കട്ട് മോഷൻ ഈസ് എന്ന് പറയുന്നത് കട്ട് മോഷൻസ് ആർ പ്രപ്പോസൽസ് ഇൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന പ്രപ്പോസൽ ദാറ്റ് സീക്ക് ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് എ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഇൻ ദ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൻ്റെ എമൗണ്ട് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽസാണ്. അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസൽസാണ്. ദേ ആർ യൂസ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. ഇത് യൂസ് ചെയ്യൽ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് MP-മാരാണ് ടു ഹൈലൈറ്റ് സ്പെസിഫിക് ഇഷ്യൂ വിത്ത് ഗവൺമെൻറ് പോളിസീസ് ഓർ സ്പെൻഡിങ്. ഗവൺമെൻറ്റിൻ്റെ പോളിസിയിലും സ്പെൻഡിങ്ങിലുമുള്ള ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, ആയതിനാൽ ഇതിന് ഇത്ര ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ് കട്ട് മോഷൻ. ഇത് 3 തരമുണ്ട്: പോളിസി കട്ട്, എക്കണോമി കട്ട്, ടോക്കൺ കട്ട്. പോളിസി കട്ട് എന്ന് പറയുന്നത് എൻറ്റയർ ഗ്രാൻഡ്, ഒരു പദ്ധതിക്കുള്ള എൻറ്റയർ ഗ്രാൻഡ് റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗവൺമെൻറ് പോളിസിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ളതാണ്. എക്കോണമി കട്ട് എന്ന് പറഞ്ഞാൽ സീക്സ് റിഡക്ഷൻ ഇൻ എക്സ്പെൻഡിച്ചർ ഫോർ എക്കണോമിക് എഫിഷ്യൻസി ഉദ്ദേശിച്ചുകൊണ്ട് എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എക്കോണമി കട്ട്. ടോക്കൺ കട്ട് എന്ന് പറയുന്നത് സീക്സ് റിഡക്ഷൻ ബൈ നോമിനൽ എമൗണ്ട് ടു റൈസ് ഡിസ്കഷൻ ഓഫ് പർട്ടിക്കുലർ ഇഷ്യൂ പറഞ്ഞുകൊണ്ട് നോമിനൽ എമൗണ്ട് റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ടോക്കൺ കട്ട്. അടുത്ത ഗിലോട്ടിൻ is the process by which the ലോകസഭ approve remaining demand for grant without ഡിസ്കഷൻ ഇല്ലാതെ റിമൈനിങ് ആയിട്ടുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ലോകസഭ അപ്രൂവ് ചെയ്യുന്നതിനെ ഗിലോട്ടിൻ എന്ന് പറയാം. വെൻ ടൈംസ് റൺസ് ഔട്ട് ഡ്യൂറിങ് ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ബഡ്ജറ്റ് ഡിസ്കഷൻ ഇത്ര ദിവസമാണ്, അതിലെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ലോകസഭ ഡിസ്കഷൻ ഇല്ലാതെ ലോകസഭ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതിനെ ഗിലോട്ടിൻ എന്ന് പറയാം. ദിസ് എൻഷുർ ദാറ്റ് ദ ബഡ്ജറ്റ് ഈസ് പാസ്ഡ് ബിഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് പാസ് ചെയ്യണം ബഡ്ജറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഗിലോട്ടിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ന്യൂമറസ് ഡിമാൻഡ്സ് റിമെയിൻ അൺഡിസ്കസ്ഡ് ഡ്യൂ ടു ടൈം കൺസ്ട്രെയിൻ. ടൈമില്ലാത്ത സമയത്ത് കുറേ ഡിമാൻഡുകൾ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സമയത്താണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത് എ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സ് ആർ വോട്ടഡ് to authorize the withdrawal of fund from consolidated fund of India for government expenditure. ഗവൺമെൻറ്റിനെ ഫണ്ട് സൂക്ഷിക്കുന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അതിൽ നിന്ന് ഗവൺമെൻറ്റിന് ഫണ്ട് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ എന്ത് ചെയ്യാണ്, അതിലൂടെ അപ്രോപ്രിയേഷൻ ബില്ല് അവതരിപ്പിക്കും. ബില്ല് ഇൻട്രൊഡ്യൂസ് ആഫ്റ്റർ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്നിട്ട് എന്ത് ചെയ്യും, ആർ വോട്ട് ടു ഓതറൈസ് ദ വിഡ്രോവൽ ഓഫ് ഫണ്ട്. ഈ ഫണ്ട് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് വോട്ടിനിടും. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ട് പിൻവലിക്കാനുള്ള ബില്ലിനെ എന്ത് പറയുക, അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മാൻഡേറ്ററി അണ്ടർ ആർട്ടിക്കിൾ 140 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 114 പ്രകാരം ഇത് നിർബന്ധമാണ്. നോ മണി ക്യാൻ ബി സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് വിത്തൗട്ട് പാർലമെൻറ്റ് പാസിംഗ് ദിസ് ബിൽ. ഈ ബില്ല് പാസ്സാക്കാതെ ഒരു ഫണ്ട് പോലും പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫിനാൻസ് ബില്ല് എ ബിൽ ഇൻട്രൊഡ്യൂസ് അലോങ് വിത്ത് ദ ബജറ്റിൻ്റെ കൂടെയുള്ള ബില്ലാണ്. ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ടാക്സേഷൻ പ്രപ്പോസൽ. എല്ലാ ടാക്സേഷൻ പ്രപ്പോസൽസും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ബില്ലാണ് ഫിനാൻസ് ബില്ല്. ആൻഡ് ഫിനാൻഷ്യൽ ചേഞ്ചസ് ഫോർ ദ അപ്കമിങ് ഇയർ. നെക്സ്റ്റ് വർഷത്തേക്കുള്ള ടാക്സേഷൻ പ്രപ്പോസൽസ് ഫിനാൻഷ്യൽ ചേഞ്ചസും ഉൾക്കൊള്ളുന്ന ബില്ലിനെ എന്ത് പറയുക, ഫിനാൻസ് ബില്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് മണി ബില്ല്. ആർട്ടിക്കിൾ 110 പ്രകാരം രാജ്യസഭ കനോട്ട് റിജക്റ്റ് ഇറ്റ്. രാജ്യസഭക്ക് ഇത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി സജസ്റ്റ് ചേഞ്ച് പറയാൻ സാധിക്കും. ഇതിൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബ്, GST, എക്സൈസ് ഡ്യൂട്ടി, അമെൻമെൻറ്റ് ടു ടാക്സ് ലോ, വോട്ട് ഓൺ അക്കൗണ്ട്, എ ടെമ്പററി പ്രൊവിഷൻ ദാറ്റ് അലോസ് ദ ഗവൺമെൻറ് ടു വിഡ്രോ ഫണ്ട് ഫോർ എസെൻഷ്യൽ എക്സ്പെൻഡിച്ചർ ഫോർ എ ഫ്യൂ മന്ത് അണ്ടിൽ ദ ഫുൾ ബജറ്റ് ഈസ് പാസ്ഡ്. ഫുൾ ബജറ്റ് പാസ് ചെയ്യുന്നതിന് മുന്നോടി വരെ എന്ത് ചെയ്യാൻ പറ്റും, 2 മുതൽ 4 മാസങ്ങൾക്ക് വരെ ഒരു ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യാണ്, എസെൻഷ്യൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യുന്നതിനുള്ളതാണ് വോട്ട് ഓൺ അക്കൗണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ന്യൂ പോളിസി. ഇതിൽ പുതിയ പോളിസി ഉണ്ടാവില്ല. ഓൺലി എസെൻഷ്യൽ ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമാണ് സാലറീസ് ആൻഡ് ഓൺഗോയിങ് പ്രോഗ്രാം. നീതി ആയോഗ് എന്ന് പറയുന്നത് 2015 പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന കമ്മീഷനാണ്. അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇറ്റ് ഈസ് എ പോളിസി തിങ്ക് ടാങ്ക്. ഇതൊരു പോളിസി തിങ്ക് ടാങ്ക് ദാറ്റ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓൺ എക്കണോമിക് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്ലാനിങ്.
ഇത് അഡ്വൈസ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഇവർ ഈ നീതി ആയോഗാണ് ഗവൺമെൻറ്റിന് എക്കണോമിക് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിന് അഡ്വൈസ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് ഫെഡറലിസം, കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഫെഡറലിസം ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് പോളിസി ഫോർമുലേഷൻ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ. ഇനി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർലമെൻ്ററി കമ്മിറ്റി ഇൻ ദ ലോകസഭ ദാറ്റ് എക്സാമിൻ വെദർ ഗവൺമെൻറ് ഫണ്ട്സ് ആർ എഫിഷ്യൻ്റ്ലി സ്പെൻഡ്. ഗവൺമെൻറ് ഫണ്ട് എഫിഷ്യൻ്റ് ആയിട്ടാണോ സ്പെൻഡ് ചെയ്യുന്നതെന്ന് എക്സാമിൻ ചെയ്യുന്ന പാർലമെൻ്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ലോകസഭയിലുള്ള ഇതിൽ 30 മെമ്പേഴ്സാണ് ലോകസഭയിൽ നിന്നുണ്ടാവുക. ഇലക്റ്റഡ് ആനുവലി ഓരോ വർഷവും ഇലക്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇവാലുവേറ്റ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, സജസ്റ്റ് എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റ് സജസ്റ്റ് ചെയ്യും. റിവ്യൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസി. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി പാർലമെൻ്ററി കമ്മിറ്റിയാണ് ദാറ്റ് എക്സാമിൻ ഗവൺമെൻറ് അക്കൗണ്ടും ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ടും ആര് ചെക്ക് ചെയ്യും? പാർലമെൻ്ററി കമ്മിറ്റി ആയിട്ടുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് അക്കൗണ്ടും പ്രസൻറ്റ് ചെയ്യുക ബൈ ദ കൺട്രോളർ ഓഡിറ്റർ ജനറൽ. ഇറ്റ് ഹാസ് 22 മെമ്പേഴ്സ്, 22 മെമ്പേഴ്സാണ്. 15 ലോകസഭയെന്നും 7 രാജ്യസഭയെന്നും. ഇറ്റ് എൻഷുവേഴ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിവ്യൂസ് ഓഫ് വെദർ പബ്ലിക് ഫണ്ട് ആർ യൂസ്ഡ് പ്രോപ്പർലി. പബ്ലിക് ഫണ്ട് പ്രോപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള റിവ്യൂ ചെയ്യുക, ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാം. ഇനി CAG കൺട്രോളർ ഓഡിറ്റർ ജനറൽ ഇതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ആർട്ടിക്കിൾ 148 പ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ഗവൺമെൻറ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിൾ ഇദ്ദേഹത്തിനാണ്. എൻഷുറിങ് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി. അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. 6 വർഷത്തേക്കാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 65 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിനാകുമ്പോൾ 5 കൊല്ലമായിട്ടുണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നീക്കണം. ഓക്കെ, ഓഡിറ്റ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യണം? അതിനൊക്കെ ഓഡിറ്റ് ചെയ്യുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിന് ഓഡിറ്റ് ചെയ്യുക, അതർ പബ്ലിക് ബോഡീസ്. ഇനി CGA കൺട്രോൾ ജനറൽ അക്കൗണ്ട്, ദ പ്രിൻസിപ്പൽ അക്കൗണ്ടിങ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രിൻസിപ്പൽ അക്കൗണ്ടിങ് അഡ്വൈസറാണ്. വർക്ക്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഗവൺമെൻറ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിൾ ഇദ്ദേഹത്തിനാണ്. പ്രിപ്പയർ മന്ത്ലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് മാനേജ് എക്സ്പെൻഡിച്ചർ കൺട്രോൾ സിസ്റ്റം മാനേജ് ചെയ്യുക. ഇനി ബഡ്ജറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലുള്ള ഡിവിഷനാണ് ബഡ്ജറ്റ് ഡിവിഷൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് കീഴിലുള്ള ഡിവിഷനാണ് ബഡ്ജറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ്റെ റെസ്പോൺസിബിൾ ഇവർക്കാണ്. ഫിസിക്കൽ പോളിസി പ്ലാനിങ്ങിൻ്റെ റെസ്പോൺസിബിളും. ഇറ്റ് കോർഡിനേറ്റ് വിത്ത് മിനിസ്ട്രി ടു ഫൈനലൈസ് എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ്, ടാക്സേഷൻ പോളിസി, ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്. എക്സ്പെൻഡിച്ചർ എസ്റ്റിമേറ്റ് ഫൈനലൈസ് ചെയ്യുക, ടാക്സേഷൻ പോളിസി ഫൈനലൈസ് ചെയ്യുക, ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഫൈനലൈസ് ചെയ്യുക. എല്ലാ മിനിസ്ട്രിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ വർക്ക്. ഇറ്റ് ആൾസോ മോണിറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ് ത്രൂ ഔട്ട് ദി ഇയർ. ഒരു ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഒരു വർഷത്തേക്ക് മോണിറ്റർ ചെയ്യലും ഇവർ തന്നെയാണ്. ഇനി ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 280 പ്രകാരം പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ദേ റെക്കമെൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ടാക്സ് റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ബോഡിയാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരാണ് റെക്കമെൻഡ് ചെയ്യാറ്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സ് എന്ത് ചെയ്യുക? സെൻട്രലിലേക്കും സ്റ്റേറ്റിലേക്കും അതിൻ്റെ ഷെയർ എത്രയെന്നുള്ളത് കൃത്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുക. അപ്പോയിൻറ്റഡ് എവറി 5 ഇയർ 5 വർഷത്തേക്ക് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുക. റെക്കമെൻഡ് ഗ്രാൻസ് ഇൻ എയ്ഡ് റെക്കമെൻഡ് ചെയ്യാറ്. ഫിനാൻഷ്യൽ ട്രാൻസ്ഫേഴ്സ് റെക്കമെൻഡ് ചെയ്യും. ആൻഡ് മെഷേഴ്സ് ടു ഇംപ്രൂവ് സ്റ്റേറ്റ് ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സും ഇവർ റെക്കമെൻഡ് ചെയ്യും. ഇത്ര കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.